നിങ്ങൾ എപ്പോഴെങ്കിലും നീതി തേടി ഈ നാട്ടിലെ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ദുർഗതി വന്നിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കാക്കിയിട്ടവൻ്റെ മുന്നിൽപ്പെട്ടവരോട് ചോദിച്ചാലറിയാം അവരുടെ കയ്യൂക്കിൻ്റെ കഥ. ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിനെ കുറിച്ച് ഭീതിയോടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഇവിടെ പോലീസ് രാജാണ്. കാക്കിയിട്ടവൻ്റെ ഗുണ്ടായിസമാണ്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഗർഭിണിയായ ഒരു യുവതിയെ SHO പ്രതാപചന്ദ്രൻ കരണത്തിനടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് തല മരവിച്ചു പോയി. ഒരു സ്ത്രീയെ പരസ്യമായി തല്ലിയിട്ടും നെഞ്ചിനു പിടിച്ച് തള്ളിയിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അയാളുടെ ന്യായീകരണം. ആരൊക്കെ രക്ഷിക്കാൻ വന്നാലും പ്രതാപചന്ദ്ര അങ്ങനെ രക്ഷപ്പെടാമെന്ന് നീ കരുതേണ്ട. ഷൈമോളുടെ കണ്ണീര് മാത്രമല്ല, സ്വിഗ്ഗി ജീവനക്കാരനായ റെനീഷിൻ്റെയും യുവനടൻ സനൂപിൻ്റെയും ചങ്കുപൊട്ടുന്ന വേദന നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഇതുപോലുള്ള കാടൻ പോലീസുകാരെ എന്താണ് ചെയ്യേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ട് കൈക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഗർഭിണിയായ യുവതിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരണത്തിനടിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച. ഒരു സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നു, അവരെ സ്റ്റേഷനിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നു, പിന്നീട് കള്ളക്കേസെടുക്കുന്നു. കൊച്ചി സ്വദേശിനി ഷൈമോൾ ഗർഭിണിയായിരുന്നപ്പോൾ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. നിരപരാധിത്വം തെളിയിക്കാൻ ആ യുവതിക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത് 1.5 വർഷത്തോളം. ഒടുവിൽ ദൃശ്യങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടും പോലീസ് പച്ചക്കള്ളം പറയുന്നു. എന്നാൽ ഷൈമോളുടെ പോരാട്ടം എല്ലാ പ്രതാപചന്ദ്രന്മാർക്കുമുള്ള സൂചനയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച സംഭവത്തിൽ SHO KG പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ സസ്പെൻഷൻ പോരെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കണമെന്നും മർദ്ദനമേറ്റ ഷൈമോൾ പറയുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതാപചന്ദ്രനെതിരായ നടപടി. നിലവിൽ അരൂർ സ്റ്റേഷനിലെ SHO ആയ പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. 2024 ജൂൺ 20-നാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എതിർഭാഗത്തുള്ള ബെൻ ടൂറിസ്റ്റ് ഹോമും ഹോട്ടലും നടത്തുന്ന ബെൻ ജോയുടെ ഭാര്യ ഷൈലമോൾക്ക് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റത്. പൊതുസ്ഥലത്തെ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ഷൈമോളുടെ ഭർത്താവിനെ മഫ്തിയിലെത്തിയ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇത് തിരക്കി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് യുവതിക്കും മർദ്ദനമേറ്റത്. 1 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിയായ ഷൈമോൾക്ക് ലഭിച്ചത്. പോലീസ് തന്നെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നും സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചെന്നും തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തിയെന്നും പരാതിക്കാരി പറയുന്നു. എന്നാൽ പോലീസ് അന്ന് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. യുവതി കൈക്കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചുവെന്നും പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഒടുവിൽ പ്രതാപചന്ദ്രൻ സസ്പെൻഷനിലുമായി. എന്നാൽ പ്രതാപചന്ദ്രനെതിരെ സസ്പെൻഷൻ മാത്രം പോരെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും പരാതിക്കാരി പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും ആവശ്യപ്പെട്ടു. ഞാൻ ആക്രമിക്കാൻ ചെല്ലണം, എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ എളിയിക്കുക. ഒരു വർഷം എനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞ് ഉറക്കെ നിലവിളിച്ചല്ലാണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ആരും ഭയക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോടം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വനിതാ പോലീസുകാരെല്ലാവരും വളരെ മോശമായിട്ടാണ് അയാളുടെ പക്ഷം ചേർന്നിട്ടാണ് നിന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നു പിടിച്ചു മാറ്റി, എന്നെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചു മാറ്റി കൊണ്ടുപോയതൊക്കെ. നടപടിയിൽ സംതൃപ്തിയാണോ? ഇപ്പോൾ അല്പം ഇനിയും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. സസ്പെൻഷന് പിന്നാലെ പ്രതാപചന്ദ്രനെതിരെ പോലീസിന്റെ വകുപ്പ് തല അന്വേഷണവും തുടങ്ങി. മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്നാണ് യുവതിയുടെ ആവശ്യം.
ക്രിമിനൽ നടപടി ചട്ടത്തിന്റെയും അതിന്റെ ഉപവകുപ്പുകളുടെയും പ്രത്യേക റൂൾസ് ഓഫ് പ്രാക്ടീസിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് പോലീസ് അന്വേഷിച്ചാൽ പോരാ. ഷൈമോൾ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുന്നു. മജിസ്ട്രേറ്റ് നേരിട്ട് പ്രതിക്ക് നോട്ടീസ് അയച്ചു കൊടുത്ത് ഈ സ്വാൺ സ്റ്റേറ്റ്മെന്റുകൾക്കും തെളിവുകൾക്കും അധിഷ്ഠിതമായിക്കൊണ്ട് പ്രതിയായ CI പ്രതാപ് ചന്ദ്രൻ, ഇപ്പോൾ സസ്പെൻഷനിൽ, അദ്ദേഹത്തെ പ്രതിയായി ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതിയിൽ നടത്തണമെന്നാണ് ഷൈമോൾ ആവശ്യപ്പെടുന്നത്. തുടർ നടപടികൾ ACGM കോടതിയിൽ മുന്നോട്ട് പോകും. അതേസമയം സ്റ്റേറ്റ് വലിയൊരു തുക കോമ്പൻസേഷനായി നൽകാൻ മാത്രം ഉതകുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ നടപടികളുമായിട്ട് ഹൈക്കോടതിയിലും ഷൈമോൾ മുന്നോട്ട് പോകും. പോലീസ് സ്റ്റേഷനകത്ത് കയറി വന്ന് കൈക്കുഞ്ഞുങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിച്ചപ്പോൾ ഇടപെട്ടുവെന്നുമായിരുന്നു പ്രതാപചന്ദ്രന്റെ വിശദീകരണം. ഇതിനെ ന്യായീകരിക്കാൻ സ്റ്റേഷനിലെ മറ്റു ചില CCTV ദൃശ്യങ്ങൾ പോലീസും പുറത്തുവിട്ടു. ബെഞ്ചോയെ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നതും പിന്നാലെ കൈക്കുഞ്ഞുങ്ങളുമായി ഷൈമോൾ സ്റ്റേഷനിലേക്ക് വരുന്നതും കാണാം. റിസപ്ഷനിൽ നിന്ന് സംസാരിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ഷൈമോളെ വനിതാ പോലീസുകാർ ഉൾപ്പെടെ പിടിച്ചുവെക്കുന്നത് ദൃശ്യത്തിലുണ്ട്. എന്നാൽ ഇതൊന്നും മുഖത്തടിച്ചതിനോ നെഞ്ചത്ത് പിടിച്ചു തള്ളിയതിനോ ന്യായീകരണമല്ല. ന്യൂസ് 18 കൊച്ചി. മിന്നൽ പ്രതാപൻ, സേനയ്ക്കുള്ളിലും പുറത്തും പ്രതാപചന്ദ്രൻ്റെ വിളിപ്പേരാണിത്. പെട്ടെന്ന് ദേഷ്യം വരും, കയ്യിൽ കിട്ടുന്നവരെ കരണം നോക്കി തല്ലും. ഗർഭിണിയായ സ്ത്രീ മാത്രമല്ല ഇയാളുടെ മർദ്ദനത്തിനിരയായത്. ഗർഭിണിയെ മുഖത്തടിച്ചതിന് സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. പ്രതാപചന്ദ്രൻ മുഖത്തടിച്ചെന്നും കള്ളക്കേസെടുത്തെന്നും ആരോപിച്ച് സ്വിഗ്ഗി ജീവനക്കാരനായ യുവാവിൻ രംഗത്തെത്തി. റോഡിലും പോലീസ് സ്റ്റേഷനിലും വെച്ച് മർദ്ദനമേറ്റ പാലക്കാട് സ്വദേശിയായ യുവനടനും ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ്. ഏപ്രിൽ 1 കാക്കനാട് സ്വദേശി റനീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ഓർമ്മയാണ്. കൊച്ചിയിലെ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനായ റനീഷ് ജോലിക്കിടെ എറണാകുളം നോർത്ത് പാലത്തിനിടയിൽ ഉച്ചവിശ്രമത്തിലായിരുന്നു. അപ്പോൾ ആ വഴി വന്ന പ്രതാപചന്ദ്രനും പോലീസുകാരും റനീഷിനെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ചു. സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ശേഷവും മർദ്ദനവും ശകാരവും. പരാതി നൽകിയിട്ടും ഒരു ഫലവുമില്ലെന്നും പോലീസുകാരെ ഇന്ന് കാണുമ്പോൾ വെറുപ്പാണെന്നും റനീഷ് പറയുന്നു. 2023 പ്രതാപചന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ മർദ്ദിച്ചെന്ന് വെളിപ്പെടുത്തി പാലക്കാട് പാഞ്ഞാർ സ്വദേശി സനൂപും രംഗത്ത് വന്നു. കിങ് ഓഫ് കൊത്ത ഷൂട്ടിംഗ് സമയത്താണ് യുവനടനായ സനൂപിനെ ലഹരി ഉപയോഗിച്ചെന്ന് ആരോപിച്ച് റോഡിലും പോലീസ് സ്റ്റേഷനിലും വെച്ച് മർദ്ദിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജിനും മർദ്ദനമേറ്റു. ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കാം. എന്നുവെച്ചാൽ ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാന്നുള്ള രീതിയിൽ അത് മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ അതൊന്നും സമ്മതിക്കില്ല, നിൻ്റെ ഒന്നും പരിവാഹൻ ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ തെരുവിളിയൊക്കെ തുടങ്ങി. തെരുവിളി കുറേ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നോക്കിയിട്ട് അതൊക്കെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടായപ്പോൾ രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഇത് ഈ ഷൂട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ ഈ പ്രതാപചന്ദ്രൻ എന്നുള്ളത് പുള്ളി നേരെ കയറി വന്നിട്ട് ഒറ്റ തല്ലി. ഇവന് തല്ലിയിട്ട് ഈ കണ്ണടയും കൂട്ടിയിട്ട് തല്ലിയിട്ട് അവൻ ഇവിടെ മൊത്തം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ആകെ ബൾജായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് രാഹുലിനെ കൊണ്ടിട്ട് ബാക്കിലുള്ള ചുമരിൽ കൊണ്ട് ഇടിച്ചു. അതിനുശേഷം എന്നെ ഭയങ്കരമായിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം പാടെ വന്നിട്ട് ഞങ്ങളതിന് പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തല്ലി, അവിടെ നിന്ന് ചെറിയത്തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ തല്ലി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് ജീപ്പിൻ്റെ അവിടെ കൊണ്ടിട്ട് രാഹുലിനെ ബൂട്ട് എടുത്ത് അവിടെ നിന്ന് ചവിട്ടി. CI പ്രതാപചന്ദ്രനെതിരെ നേരത്തെ വകുപ്പ് തല റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയത്. അമിതമായി പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രതാപചന്ദ്രനെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3 സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വേതന വർധനവ് തടയുക മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതാപചന്ദ്രനെതിരെ ഉണ്ടായ നടപടി. മറ്റ് കർശന നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ അവളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് വരെയും മാതാപിതാക്കൾ എത്രമാത്രം തീ തിന്നുന്നുണ്ടാകും. മക്കളെ പഠിപ്പിക്കാനും നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കാനും വട്ടിപ്പലിശക്കാരിൽ നിന്ന് പോലും പണം കടം വാങ്ങുന്നവരുണ്ട്. എന്നാൽ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാലോ ഭീഷണിയും മാനഹാനിയും. തിരുവനന്തപുരം കല്ലമ്പലത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഒരു പെൺകുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർത്തത്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി.
അതിൽ മനം നൊന്ത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ബ്ലേഡ് മാഫിയ സംഘം പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരുന്ന യുവാവിൻ്റെ വീട്ടിലും അവരുടെ അയൽ വീടുകളിലും പോയി ഭീഷണിപ്പെടുത്തിയതോടെയാണ് കല്യാണം മുടങ്ങിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പൈസ കല്യാണത്തിന് തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയായ 23 വയസ്സുള്ള കാജൽ എന്ന പെൺകുട്ടിയാണ് ജീവനെടുക്കാൻ ശ്രമം നടത്തിയത്. അമിത ഗുളികകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ച കൊല്ലം സ്വദേശിയായ യുവാവിന്റെ വീട്ടിൽ ബ്ലേഡ് മാഫിയ സംഘം 3 വാഹനങ്ങളായി എത്തുകയും പെൺകുട്ടിയുടെ മാതാവ് പണം നൽകാനുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. പണം കിട്ടാത്തതിനാൽ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും അല്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ ഉണ്ടാക്കണ്ട, എന്റെ പണം തന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഈ പൈസ കല്ലമ്പലം ഞെക്കാട് സ്വദേശികളായ സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി, മഞ്ജു തുടങ്ങി കണ്ടാലറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പലിശ കിട്ടിയില്ലെന്നാരോപിച്ച് ബ്ലേഡ് മാഫിയ നിരവധി തവണ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്ന് കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. അവരൊക്കെ എന്തോ ചോദിക്കുന്നു, എന്തോ അത് എങ്ങനെ മോളെ മുടങ്ങിയെന്ന് ചോദിക്കൂലേ. ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കൂലേ എന്തുകൊണ്ട് കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത്. അതല്ലേ പറഞ്ഞ ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്, ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ബ്രൗൺ ആറ്റിങ്ങന്തോ കുണ്ടയങ്ങണ്ടാണ്, അതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ പോയ വ്യക്തികളെയൊക്കെ ഇവരെ എനിക്കറിയുള്ളൂ. അവിടെ കുറെ പേര് ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിഷയ്ക്കറിയാം ബ്രൗൺ ആരാണെന്നും എന്താണെന്നുള്ള വിവരം മൊത്തവും നിഷയ്ക്കറിയാം. അവരുമായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം. ഈ അവർ ഇവരെ കൊണ്ടുപോയി 30 ഗുണ്ടാൾക്ക് 10-30 പേര് 3 വണ്ടിയിലാണ് പോയത്. ബാക്കി എല്ലാവരും റോഡിൽ അവരെ ഒരു റോഡാണ് അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നീതി ലഭിക്കുമെന്ന് അവർ പറയുന്നതല്ലാതെ ഇവരെ അകത്തിട്ടാൽ ഞാൻ അവർക്ക് സല്യൂട്ട് ചെയ്യും നീതി ലഭിച്ചെന്ന്. ഇവരെ ഈ പോയവരെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും എനിക്ക് സമാധാനം. ഇവരെ ഞാനും എൻ്റെ മോളോട് ചേർന്നവരെ ജയിലിനകത്താക്കണം, എനിക്കാക്കണം. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് യുവാവിന്റെ വീട്ടുകാർ അറിയിച്ചെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടി ഇപ്പോഴും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഡിയൻ പോലീസുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ നാട്ടിൽ ചില ഇഡിയൻ അധ്യാപകരുമുണ്ട്. കുട്ടികൾക്ക് നല്ല മാതൃകയാകേണ്ട അധ്യാപകരാണ് കാടൻ പോലീസുകാരെ പോലെ പെരുമാറുന്നത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ 5ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിലാണ്. കാരക്കാട് MMUP സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ സതീഷ് തോളിൻ്റെ ഭാഗത്ത് ഇടിച്ചെന്നാണ് പരാതി. പിന്നീട് ക്ലാസ്സിന് പുറത്തു പോകാനും അധ്യാപകൻ സമ്മതിച്ചില്ലെന്നും 11-കാരൻ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് ഉടൻ നീങ്ങുമെന്നാണ് വിവരം. ഈരാറ്റുപേട്ട കാരക്കാട് MMUP സ്കൂളിലെ അധ്യാപകനെതിരെയാണ് പരാതി. ചോദ്യം ചോദിച്ചത് കേട്ടില്ലെന്ന് പറഞ്ഞതിനായിരുന്നു മർദ്ദനമെന്ന് കുട്ടി പറയുന്നു. ചോദ്യം ഒന്നും കൂടി ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തോളിന്റെ ഭാഗത്തായി ഇടിക്കുകയായിരുന്നു. ചെവിവേദനയെ തുടർന്നാണ് അധ്യാപകന്റെ ചോദ്യം കേൾക്കാൻ കഴിയാതിരുന്നെന്നും ഇടിച്ചത് കൂടാതെ കൈയുടെ ഭാഗത്ത് പിച്ചി മുറിവേൽപ്പിക്കുകയും ചെയ്തുവെന്നും കുട്ടി പറയുന്നു. കുട്ടി വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ വിവരമറിയുന്നത്. ഉടൻ തന്നെ സ്കൂളിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ മർദ്ദിച്ച അധ്യാപകൻ ഫോൺ എടുത്തെന്നും സംഭവിച്ച കാര്യങ്ങൾ സമ്മതിച്ചെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. ഇംഗ്ലീഷ് അധ്യാപകൻ സതീഷിനെതിരെയാണ് കുട്ടിയുടെ പരാതി. പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടിയുടെ മൊഴിയെടുത്തു.
പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അധ്യാപകന്റെ മർദ്ദനത്തിൽ കൈക്ക് ക്ഷതമേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 കോട്ടയം. പൂക്കാലം വരവായി എന്ന സിനിമയിലെ സ്കൂൾ ബസ് ഡ്രൈവറായ ജയറാമിൻ്റെ കഥാപാത്രം മലയാളികളുടെ ഹൃദയം കവർന്നതാണ്. അങ്ങനെ സ്വന്തം മക്കളെപ്പോലെ കുട്ടികളെ കാണുന്ന നിരവധി സ്കൂൾ ബസ് ജീവനക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ അവർക്കിടയിലും ചില ദുഷിച്ച മനസ്സുള്ള മനുഷ്യരെ കാണാം. മലപ്പുറത്ത് LKG വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് സ്കൂൾ ബസ് ജീവനക്കാരനാണ്. കേസിൽ മലപ്പുറം തൂവക്കാട് സ്വദേശി മുഹമ്മദ് ആഷിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തന്നെയും സഹോദരിയെയും വീട്ടിൽ കയറി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന ആഷിഖിൻ്റെ പരാതിയിലും പോലീസ് കേസെടുത്തു. മലപ്പുറം കടുങ്ങാത്തുകുണ്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന LKG വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. സ്കൂൾ ബസ്സിൽ വെച്ച് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ബസ് ക്ലീനർ തൂവക്കോട് കമ്മനം സ്വദേശി ആഷിഖിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനിയെ ബസിന്റെ പിൻസീറ്റിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. കുട്ടി വീട്ടിൽ പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോക്സോ കുറ്റം ചുമത്തിയാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം പ്രതി ആഷിഖും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെയും സഹോദരിയെയും ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി വന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. ആഷിഖിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു. കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ K. സലിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആഷിഖിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശിനി സരോജിനി സ്വന്തം മകനെ പോലെ അവനെ കരുതിയതാണ്. സഹോദരിയുടെ പുത്രനാണെങ്കിലും വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ സുനിൽകുമാർ സഹായിയായി ഒപ്പം കൂടിയത് മാതൃ സഹോദരിയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് മാത്രം ലക്ഷ്യമിട്ടായിരുന്നു. ഒടുവിൽ സരോജിനി സ്വത്ത് മുഴുവൻ എല്ലാ സഹോദരിമാരുടെയും മക്കൾക്കായി വീതം വെച്ചതിൻ്റെ പക അതൊടുവിൽ അരുംകൊലയിൽ കലാശിക്കുന്നു. 2021 72-കാരിയെ സുനിൽകുമാർ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ചുട്ടെരിച്ച് കൊലപ്പെടുത്തിയത്. ആ ക്രൂരതയ്ക്ക് വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിന് കോടതി നൽകിയ ശിക്ഷ ജീവപര്യന്തം തടവാണ്. പ്രതി 1.5 ലക്ഷം രൂപ പിഴയടക്കണമെന്നും കോടതിയുടെ വിധിയിലുണ്ട്. മാർച്ച് 31 രാത്രിയാണ് നാടിനെ നടുക്കിയ ക്രൂരകൃത്യം നടന്നത്. മുട്ടം തോട്ടുങ്കര ഭാഗത്ത് ഊളാനിയിൽ വീട്ടിൽ സരോജിനിയെയാണ് സഹോദരി പുത്രനായ സുനിൽകുമാർ ചുട്ടുകൊന്നത്. 6 വർഷമായി സരോജിനിയുടെ വീട്ടിൽ സഹായിയായി താമസിച്ചു വരികയായിരുന്നു സുനിൽകുമാർ. അവിവാഹിതയായ സരോജിനിക്ക് 2 ഏക്കർ സ്ഥലമടക്കം ഏകദേശം 6 കോടിയോളം രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. സ്വത്തുക്കൾ തനിക്ക് നൽകുമെന്ന് സരോജിനി പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് 2 സഹോദരിമാരുടെയും 9 മക്കളുടെ പേരിൽ വീതം വെച്ച് നൽകാൻ തീരുമാനിച്ചു. ഇതിലുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴയിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ 3 വർഷം കഠിന തടവിനാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPC 436, 449 പ്രകാരം 10 വർഷം തടവും 25,000 രൂപ പിഴയും. അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ 2 വർഷം കഠിന തടവിനുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ IPC 325, 201 പ്രകാരം 25,000 രൂപ പിഴയും 7 വർഷം കഠിന തടവിനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പിഴയിൽ അത് വീഴ്ച വരുത്തുകയാണെങ്കിൽ 2 വർഷം കഠിന തടവ് അനുഭവിക്കണം. വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് തീപിടുത്തമുണ്ടായെന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. വിവിധ വകുപ്പുകളിലായി പ്രതി 33 വർഷം ശിക്ഷ അനുഭവിക്കണം. കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകമെന്ന് ജില്ലാ കോടതി കണ്ടെത്തി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണമാണ് സുനിൽകുമാറിനെ കുരുക്കിയത്. ന്യൂസ് 18 ഇടുക്കി. TP കേസ് പ്രതികളിൽ നിന്നുൾപ്പെടെ പണം കൈപ്പറ്റിയ
DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്ക് വേണ്ടിയും വിനോദ് കുമാർ പണം കൈപ്പറ്റിയെന്നാണ് വിവരം. ഓം പ്രകാശുമായും പുത്തൻപാലം രാജേഷുമായും ബന്ധമുള്ളവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് വിനോദ് കുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് പണമെത്തി. അതേസമയം വിജിലൻസ് ഡയറക്ടർ പോലീസ് മേധാവിക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥനായതിനാൽ അച്ചടക്ക നടപടി എന്തെന്നതിൽ ആഭ്യന്തര വകുപ്പാകും തീരുമാനമെടുക്കുക. DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 1 നടത്തിയ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പരോൾ അനുവദിക്കാൻ TP വധക്കേസ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച പരിശോധനകൾ തുടരുന്നതിനിടെയാണ് ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും സുഹൃത്തുക്കളിൽ നിന്നും ഗൂഗിൾ പേ വഴി തന്നെ പണം വാങ്ങിയതായി കണ്ടെത്തിയത്. കാപ്പ കേസ് പ്രതികളിൽ നിന്നടക്കം പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ സ്ഥിരീകരണം. പരോൾ ലഭിക്കും മുമ്പും അതിനുശേഷവും പ്രതികളുമായി അടുപ്പമുള്ളവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. DIG വിനോദ് കുമാർ പ്രതികളുമായി അടുപ്പമുള്ളവരിൽ നിന്നും എത്രനാൾ പണം വാങ്ങിയെന്നും ഇനി കണ്ടെത്തണം. ഇതിനായി ഫോണിലെ കോൾ ഹിസ്റ്ററിയും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും വിശദമായി പരിശോധിക്കും. പരോളിലിറങ്ങിയ പ്രതികളുമായി എന്തെങ്കിലും രീതിയിൽ ആശയവിനിമയം നടത്തിയോ എന്നും അന്വേഷിക്കും. അന്വേഷണത്തിന് ശേഷം വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള കൂടിയാലോചനകൾ ശേഷമാവും വിനോദിനെതിരെ നടപടിയെടുക്കുന്നതിൽ തീരുമാനമാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. ആന്ധ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരോധിത നോട്ടിടപാട് സംഘത്തെ നിയന്ത്രിക്കുന്ന ബോസ് ആരാണ്? കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ഉന്നത രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ആന്ധ്ര ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരോധിത നോട്ടിടപാട് സംഘം സജീവമെന്നാണ് കണ്ടെത്തൽ. ഇവരെ നിയന്ത്രിക്കുന്ന ബോസ് എന്ന് വിളിപ്പേരുള്ള നേതാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 8 പേരാണ് ഇതുവരെയും അറസ്റ്റിലായത്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. പിടിയിലായ ആന്ധ്രാപ്രദേശ് സ്വദേശികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരോധിച്ച 2000 രൂപ നോട്ടിടപാടിലെ പ്രധാനി ആന്ധ്രാപ്രദേശിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാവാണെന്ന് പ്രതികൾ മൊഴി നൽകി. ബോസ് എന്ന് വിളിപ്പേരുള്ള ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2000 രൂപയുടെ പഴയ നോട്ടുകൾ മാറുന്നതിനായി റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ബോസ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പഴയ നോട്ടുകൾ വാങ്ങാൻ കാസർഗോഡ് എത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളുടെ പണം കാസർഗോട്ടുകാർ തട്ടിയതും തുടർന്ന് അത് തിരിച്ചുപിടിക്കാൻ ബോസ് ചുമതലപ്പെടുത്തിയ കഥയും പ്രതികൾ പറഞ്ഞത്. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേർ അറസ്റ്റിലായി. തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, നിരോധിത നോട്ടിടപാട് തുടങ്ങിയ സംഭവങ്ങളിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 4 പേരെയും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് വള്ളിയോട് മുഹമ്മദ് അരീഫ, പാലക്കുന്ന് കോട്ടപ്പാറയിലെ M ഷെരീഫ്, ചെർക്കള ബേവിഞ്ചയിലെ B നൂറുദ്ദീൻ, ചട്ടഞ്ചാൽ ബണ്ടിച്ചാലിലെ K വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ ഷെരീഫ്, നൂറുദ്ദീൻ എന്നിവർക്കെതിരെ നേരത്തെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോട്ടുകാരുടെ കയ്യിലെ നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകൾ വാങ്ങാൻ ആന്ധ്രയിൽ നിന്നുള്ള സംഘം എത്തിയതു മുതലുള്ള പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. കർണാടക ഹാസൻ ജില്ലയിലെ സകലേഷ്പുരിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ചില സിനിമകളുടെ ചിത്രീകരണത്തിനായി വ്യാജമായി അച്ചടിച്ച നോട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ആ കറൻസികൾ ഷൂട്ടിങ്ങിന് ശേഷം ഉപേക്ഷിക്കുന്നതാണ് രീതി. എന്നാൽ ഇങ്ങനെ സിനിമാ ചിത്രീകരണത്തിനായി അച്ചടിച്ച നോട്ട് വിപണിയിൽ ഉപയോഗിച്ച സിനിമാ ആർട്ടിസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി ഷൽജി മലപ്പുറത്ത് വെച്ചാണ് പിടിയിലായത്.
കുറ്റിപ്പുറത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം വ്യാജ നോട്ട് നൽകിയതോടെ സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സിനിമാ ചിത്രീകരണ ലൊക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച വ്യാജ നോട്ടുകൾ കടകളിൽ കൊടുത്ത് സാധനം വാങ്ങിയ ആർട്ട് വിഭാഗം ജീവനക്കാരനെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ പൂച്ചാക്കൽ സ്വദേശി വളവിൽച്ചിറ ഷൽജിയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ബുധനാഴ്ച തവനൂർ റോഡ് ഭാഗത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം വ്യാജ നോട്ട് നൽകി ഷൽജി മുങ്ങി. എന്നാൽ ഈ നോട്ടിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ കുറ്റിപ്പുറം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ കണ്ടെടുത്തു. 500 രൂപയുടെ 391 വ്യാജ നോട്ടുകളാണ് കണ്ടെത്തിയത്. എറണാകുളത്തെ പ്രസിൽ നിന്ന് സിനിമാ ഷൂട്ടിങ്ങിനായി അടിച്ചു നൽകാൻ നോട്ടാണെന്ന് പോലീസ് പറഞ്ഞു. നോട്ടിന് മുകളിൽ സിനിമയ്ക്കായി തയ്യാറാക്കിയതാണെന്ന് ചെറിയ അക്ഷരത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് മായ്ച്ചു കളഞ്ഞ ശേഷമാണ് വിപണിയിൽ ഇറക്കിയത്. 2 വർഷത്തിനിടെ പലപ്പോഴായി കുറ്റിപ്പുറം, എടപ്പാൾ, പൊന്നാനി പ്രദേശങ്ങളിൽ ഇയാൾ ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം SI നാസർ, സീനിയർ CPO അബ്ദുള്ള, CPO ഡെന്നീസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് ഒറ്റപ്പാലത്ത് മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. 3 വർഷം മുൻപ് നടന്ന ഒരു കൊലക്കേസിൽ കോടതിയിൽ സാക്ഷിമൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് വരോട് സ്വദേശി രാഹുലിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ച് ബുള്ളറ്റിൽ സഞ്ചരിക്കുമ്പോൾ രാഹുലിനെ തടഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു. കൊലക്കേസ് പ്രതികളടങ്ങിയ സംഘമാണ് ആക്രമണം നടത്തിയത്. കഴുത്തിൽ ഗുരുതരമായി മുറിവേറ്റ രാഹുലിനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 2021 രാഹുലിന്റെ സുഹൃത്ത് പ്രശാന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിജീഷ്, ഷിജിൽ, വൈശാഖ് എന്നിവരെ പ്രതി ചേർത്തുകൊണ്ട് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഇതിൽ 2 പേർ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഒറ്റപ്പാലം വരോട് വീട്ടാമ്പാറയ്ക്കും കോന്ത്രം കുന്നിനുമിടയിൽ റോഡിൽ വെച്ചുണ്ടായ നിസ്സാര വാക്കുതർക്കവും മുൻ വൈരാഗ്യവും മൂലമാണ് പ്രശാന്തിനെ മൃഗീയമായി മർദ്ദിച്ചത്. മാസങ്ങളോളം ചികിത്സയിലിരിക്കെയാണ് പ്രശാന്ത് മരിച്ചത്. പ്രശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സെഷൻസ് കോടതിയിൽ വിചാരണ നടന്നു വരികയാണ്. ഈ കേസിൽ സാക്ഷികളെ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതാണ് ഇത്തരമൊരു കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. നിങ്ങളുടെ വീട്ടിൽ സഹായം തേടിയോ വെള്ളം ചോദിച്ചോ ആരെങ്കിലോ വന്നാൽ സൂക്ഷിക്കണം കേട്ടോ. കവർച്ചാ സംഘങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വീടുകളിൽ എത്തുന്നുണ്ട്. ഇടുക്കി രാജകുമാരിയിൽ വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയത് സ്ത്രീകളടങ്ങുന്ന സംഘമാണ്. കേസിൽ കവർച്ചാ സംഘത്തിലെ പ്രധാനിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം അഞ്ചുമുക്ക് സ്വദേശിനി സോണിയ എന്ന സരോജയാണ് പിടിയിലായത്. കോട്ടയം മണർകാടുള്ള വാടക വീട്ടിൽ നിന്നാണ് രാജാക്കാട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുമുറ്റം പാലക്കുന്നേൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. ടോമിയുടെ മാതാവ് മറിയക്കുട്ടി മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3 അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുക്കുകയും അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപ അപഹരിക്കുകയും ചെയ്തു.
ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ച വെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വീടിനടുത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബൈക്കിന് ചുറ്റുപറ്റിയുള്ള അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. അറസ്റ്റിലായ സരോജയ്ക്കെതിരെ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ 9 കേസുകളുണ്ട്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാതെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്തി കൊടുക്കുന്ന സംഘം. വിജിലൻസ് പരിശോധനയിലാണ് മലപ്പുറം തിരൂർ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു മാഫിയ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഇടപെടലുകൾ. സഹായത്തിന് ഏജന്റുമാർ. തിരൂർ ജോയിന്റ് RTO ഓഫീസിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ചട്ടം പാലിക്കാതെ ഇന്ത്യൻ ലൈസൻസ് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. വിദേശ ലൈസൻസ് ഉള്ള വർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാതെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്തി കൊടുക്കുന്ന സംഘം തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. മലപ്പുറത്തു നിന്നെത്തിയ വിജിലൻസ് സംഘം തിരൂർ ജോയിന്റ് RTO ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മലപ്പുറം വിജിലൻസ് CI ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 2024 ജൂൺ മുതൽ 767 ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകിയതായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 14 ഫയലുകൾ പരിശോധിച്ചതിൽ 4 ഫയലുകളിൽ ക്രമക്കേടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. വിദേശ രാഷ്ട്രങ്ങളിൽ ലൈസൻസ് ഉള്ളവർക്ക് നാട്ടിൽ വന്ന് ജോയിന്റ് RTO ഓഫീസിൽ അപേക്ഷ നൽകി ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ ലൈസൻസ് ലഭിക്കുമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ അപേക്ഷകർക്ക് വിദേശത്തിരിക്കെ ലേണിംഗ് ടെസ്റ്റ് നടത്താതെ തന്നെ ലൈസൻസ് കൊടുത്തതായാണ് കണ്ടെത്തൽ. മറ്റു ജില്ലക്കാർക്കും ഈ ജില്ലക്കാരനെന്ന മേൽവിലാസത്തിൽ ലൈസൻസ് നൽകിയതായും കണ്ടെത്തി. തൃശൂർ ജില്ലയിലെ തിരൂരിലുള്ളയാൾക്ക് മലപ്പുറം ജില്ലയിലെ തിരൂർ മേൽവിലാസത്തിൽ ലൈസൻസ് നൽകിയതായും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന നടത്തുമ്പോൾ ജോയിന്റ് RTO ഓഫീസിൽ ടെസ്റ്റ് നടത്താതെ വന്ന 2 പേരെ കണ്ടെത്തിയതായും ഏജന്റിൽ നിന്ന് അപേക്ഷാരേഖ പിടിച്ചെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. രേഖകളുടെ സാങ്കേതികത്വം ഉറപ്പുവരുത്താൻ കൊണ്ടോട്ടി ജോയിന്റ് RTO മിനിയെ തിരൂർ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. കണ്ടെടുത്ത ഫയലിൽ വിശദമായ പരിശോധന നടത്തുമെന്നും പരിശോധനാ റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. സ്വകാര്യ ബസ് ഡ്രൈവറുടെ അമിത വേഗവും അനാസ്ഥയും കാരണം നിരവധി മനുഷ്യജീവനുകൾ നിരത്തിൽ പൊലിയുന്നുണ്ട്. ബസ്സിലെ യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി വേണം വാഹനം ഓടിക്കാൻ. കോഴിക്കോട് വടകരയിൽ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിങ്ങിനെ തുടർന്ന് കോളേജ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. വടകര അഞ്ചുവിളക്ക് ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. ബസ്സിനും നടപ്പാതയ്ക്കുമിടയിൽ കുടുങ്ങിയാണ് നാദാപുരം സ്വദേശിനി ദേവാംഗനയ്ക്ക് പരിക്കേറ്റത്. നാദാപുരം വടകര റൂട്ടിലോടുന്ന അഷ്മിക എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. കോളേജിൽ പോകാനായാണ് ദേവാംഗന ബസ്സിൽ കയറിയത്. സ്റ്റോപ്പിലിറങ്ങിയ ഉടനെയായിരുന്നു അപകടം. ദേവാംഗന ഇറങ്ങിയ ശേഷം ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിനും നടപ്പാതയ്ക്കുമിടയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. നടപ്പാതയോട് ചേർന്ന് അലക്ഷ്യമായി ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് ഇടയാക്കിയത്. നടപ്പാതയ്ക്കും ബസ്സിനും ഇടയിൽപ്പെട്ട പെൺകുട്ടിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. വടകര SN കോളേജ് വിദ്യാർത്ഥിനിയാണ് ദേവാംഗന. ന്യൂസ് 18 കോഴിക്കോട്. സാധാരണ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെയും പോലീസിനെയും വകവയ്ക്കാത്ത കൊടും ക്രിമിനലുകൾക്ക് കോടതിയെങ്കിലും അല്പം പേടിയുണ്ടാകും. കാരണം കുറ്റവാളികളുടെ ഭാവിയും വിധിയും തീരുമാനിക്കുന്നത്
ജഡ്ജിയാണല്ലോ. എന്നാൽ ജഡ്ജിയെ പോലും പേടിയില്ലാത്തവനെ നമ്മൾ ഭയക്കണം. കോഴിക്കോട് കോടതി മുറിയിൽ ജഡ്ജിക്കെതിരെ വധഭീഷണി മുഴക്കിയ ഒരു യുവാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. താമരശ്ശേരി സ്വദേശി റോഷിൻ ജേക്കബാണ് കോടതിയിൽ കൊലവിളി മുടക്കിയത്. കോടതി നടപടിക്കിടെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ജഡ്ജിയെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയ യുവാവിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. 2022 താമരശ്ശേരിയിൽ നടന്ന വധശ്രമ കേസിലെ പ്രതിയാണ് റോഷിൻ. ജഡ്ജിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ഇവനെയൊക്കെ പുറത്തുവിട്ടാനുള്ള അവസ്ഥ എന്താകും? അതിനാൽ റോഷിനെ പോലുള്ള കുറ്റവാളികൾ ഇനിയുള്ള കാലം ജയിലിൽ തന്നെ കിടക്കട്ടെ. അതാണ് നാടിനും നാട്ടുകാർക്കും നല്ലത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.